ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സംടൈം സിംപ്ലി കുക്കിംഗ്. ഇന്ന് നമുക്കൊരു പോപ്കോൺ കുലുക്കി ഉണ്ടാക്കിയാലോ? നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ പോപ്കോൺ കുലുക്കി? അപ്പോൾ ഈ പോപ്കോൺ കുലുക്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഈ വീഡിയോയിലോട്ട് തന്നെ കാണാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് കോൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചാട്ട് മസാലയും പിന്നെ അതിനാവശ്യമുള്ള ഓയിലും പിന്നെ ഒരു പാക്കറ്റ് മാഗി മസാലയുടെ മസാലപ്പൊടി മാത്രം എടുത്തിട്ടുണ്ട്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ഓയിലാണോ വേണ്ടത് ആ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. പിന്നെ അതിലേട്ട് നമ്മൾ ആ കോണ് ചേർത്ത് കൊടുക്കുക. കോണ് മുഴുവനായി ചേർക്കണില്ല, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി, ഒത്തിരി ഉണ്ടാവും ഇത്. അപ്പം അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, നല്ലൊരു കളറൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അല്പം ഉപ്പും. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് നമ്മൾ ആദ്യം ചുറ്റിച്ചതുപോലെ തന്നെ ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ കുക്കറിൻ്റെ മൂടി തിരിച്ച് വെച്ച് അടച്ചു കൊടുക്കുക. നമ്മുടെ കുഞ്ഞു പാക്കറ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കില്ലേ, ഓയിലൊക്കെ ഒഴിച്ചിട്ടില്ല, അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതും ഉണ്ടാക്കേണ്ടത്. ഇതേ നിറച്ചും പോപ്കോൺ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇച്ചിരിയല്ലേ നമ്മൾ ഇട്ടിട്ടുണ്ടായുള്ളൂ കോണ്. അപ്പം നമുക്ക് എന്തോരം പോപ്കോണാണ് കിട്ടിയത്. ഇനിയാണ് നമ്മുടെ കുലുക്കി പോപ്കോൺ ആക്കുന്നത്. അപ്പം കുലുക്കി പോപ്കോൺ എങ്ങനെയാക്കാമെന്ന് നോക്കിയാലോ? ഇതേ ഞാൻ അതിനായിട്ട് 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ നമ്മൾ ചാട്ട് മസാലയില്ലേ, ചാട്ട് മസാലയുടെ കുറച്ചിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ മറ്റേ ബൗളിൽ നമ്മൾ മാഗി മസാലയില്ലേ, മാഗി മസാല ഏത് മാഗിയുടെ ആയാലും കുഴപ്പമില്ല, നമുക്ക് ആ ഫ്ലേവർ ഒന്ന് ആ പോപ്കോണിലോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ച ആ പോപ്കോണ് ഈ ബൗളിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ മാഗി മസാല ഇട്ട ആ ബൗളിലോട്ട് പോപ്കോൺ ചേർത്ത് കൊടുത്തു. രണ്ടാമത് നമ്മൾ ചാട്ട് മസാല ഇട്ട ബൗളിലോട്ടും ചേർത്ത് കൊടുത്തു. ഈ 2 മസാലകൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് മസാലയാണോ ഉള്ളത് അത് വെച്ച് നമുക്ക് ട്രൈ ചെയ്യാം. വേണമെങ്കിൽ കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ മുളക് പൊടി ഇട്ടിട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം നോക്കാം. ഇനിയാണ് നമുക്ക് കുലുക്കി പോപ്കോൺ ആക്കി എടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിതുപോലെ ആ ബൗൾ മൂടത്തക്ക വിധത്തിലുള്ള ഒരു കുഞ്ഞു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ കൈ വെച്ച് കുലുക്കി കൊടുക്കുക, നല്ലതുപോലെ കുലുക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്തുള്ള മസാലപ്പൊടികളൊക്കെ എല്ലാ പോപ്കോണിലും എത്തിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുലുക്കുന്നത്. അപ്പം നമ്മുടെ മാഗി മസാല വെച്ചിട്ടുള്ള പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചാട്ട് മസാല. ഈ ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് ചാട്ട് മസാല പോപ്കോണും കൂടെ റെഡിയാക്കിയെടുക്കാം. അങ്ങനെ കുലുക്കിയെടുക്കും. നമ്മുടെ ചാട്ട് മസാല കുലുക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മാഗി പോപ്കോണിൽ അല്പം ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. ചാട്ട് മസാല ഓൾറെഡി ഉപ്പുണ്ട്, മാഗിക്ക് ഉപ്പുണ്ടായില്ല. അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് കുലുക്കിയെടുക്കാം. അപ്പം നമ്മുടെ 2 ടൈപ്പ് പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ പോപ്കോണുകൾ ഇതുപോലെ പാക്കറ്റിൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ലഭ്യമാണ്. അപ്പം നമുക്ക് വീട്ടിൽ നമ്മുടെ കടകളിൽ നിന്ന് ഇതുപോലെ ഓയിലൊക്കെ ഉള്ള പോപ്കോൺ മേടിച്ചു കൊടുക്കുന്നതിനെക്കാട്ടും നല്ല നമുക്കിതുപോലെ വീട്ടിൽ ചെയ്തെടുക്കാം. നല്ല ഫ്ലേവറാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ മാഗി പോപ്കോണും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാട്ട് മസാല പോപ്കോണും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ ഇങ്ങനെ വാരി വാരി കഴിക്കാൻ എന്ത് രസമായിരിക്കും അല്ലേ? ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു TV കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ലേ ഇങ്ങനത്തെ പോപ്കോണൊക്കെ കഴിക്കാൻ. അപ്പം നമുക്കും ഇതുപോലെ വീട്ടിൽ നല്ല ഫ്ലേവർ ആയിട്ടുള്ള, നിങ്ങളുടെ അടുത്ത് വേറെ ഏതെങ്കിലും ഫ്ലേവർ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായ ഈ 2 ഫ്ലേവറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മിക്കവാറും പിള്ളേർക്കൊക്കെ ഇത് ഇഷ്ടമായിരിക്കും. അപ്പം ഇന്നത്തെ പോപ്കോൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറെ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.